ലാസ്റ്റ് തേഴ്സ്ഡേ നമ്മളൊരു ഹ്യൂജ് ലോസ് ബുക്ക് ചെയ്തായിരുന്നു അല്ലേ? അതിൻ്റെ ഒരു വീഡിയോ നമ്മളുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കിടപ്പുണ്ട്. ഇനി ലാസ്റ്റ് മുഴുവൻ വീക്ക് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തത്? പ്രോഫിറ്റിലാണോ ലോസിലാണോ നമ്മൾ എൻഡ് ചെയ്തിരിക്കുന്നത്? എല്ലാ വീക്കും സൺഡേ നമ്മൾ ചെയ്യുന്ന ഒരു വീക്ക്ലി അനാലിസിസിന്റെ വീഡിയോയുടെ തുടർച്ചയായിട്ടായിരുന്നു ഈ വീഡിയോയും ചെയ്യുന്നത്. സോ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ മെയിൻലി 3 കാര്യങ്ങളാണ് സൺഡേ ചെയ്യുന്ന ഈ ഒരു വീഡിയോ സീരീസ് വഴി നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഈ വീക്ക് മാർക്കറ്റ് എങ്ങനെ പോയി, എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് തരാറുണ്ട്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കാനായിട്ട് ഉള്ളത്, ഈ 3 കാര്യങ്ങൾ മുഴുവനായിട്ട് നമ്മൾക്ക് ഈ വീഡിയോയിൽ ത്രൂ നോക്കാം. സോ ഗൈസ്, നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. സ്ക്രീനിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ നിന്ന് പറയാം. വെൽക്കം ടു ഹൗസ് ഓഫ് ട്രേഡിംഗ്. നിങ്ങൾ ഈ കാണുന്നത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടായിരുന്നു. ഓരോ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ 5 ദിവസവും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോ ദിവസമായിട്ട് എന്താ സംഭവിച്ചത് നോക്കാം. ജസ്റ്റ് മൺഡേ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാനായിട്ട് പറ്റും. ഏകദേശം 400 പോയിന്റിന്റെ അടുത്ത് നിഫ്റ്റി ഓപ്പൺ ആയതിനു ശേഷം അവിടെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മാർക്കറ്റിനെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ടെന്ന്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഡൗൺ സൈഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നിഫ്റ്റി താഴത്തോട്ട് വീഴുകയും ഓൾമോസ്റ്റ് എല്ലാ ഇൻഡൈസേഴ്സും നിഫ്റ്റിയുടെ കൂടെ തന്നെ താഴത്തോട്ട് വരുന്നു. നമ്മളുടെ പൊസിഷൻ നമ്മൾക്ക് കുറേയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ ആ ഒരു റിക്കവറി നമുക്ക് കിട്ടിയായിരുന്നു. ഈ ദിവസം നമ്മൾ പ്രോഫിറ്റിലാണ് ഡേ എൻഡ് ചെയ്തത്. ഇനി ട്യൂസ്ഡേയിലേക്ക് വരാൻ നേരം ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് കാണാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ ഏകദേശം ഒരു 50 പോയിന്റ്സിന്റെ അടുത്തൊരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം അത് അവിടെ കൺസോൾട്ടേറ്റ് നിന്നപ്പോഴേ അന്നത്തെ ദിവസം ഒരു വലിയ ഹ്യൂജ് മൂവ്മെന്റ് ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലായി. തിരിച്ചു വന്നു. അത് നമ്മളുടെ CPR ലെവൽ ബ്രേക്ക് ചെയ്തു. CPR ലെവൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. സിഗസ് അത് നമ്മൾ CPR ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോഴത്തേക്ക് മാർക്കറ്റിലെ വീക്ക്നെസ് ഓൾമോസ്റ്റ് ക്ലിയർ ആയിരുന്നു. തിരിച്ചു കയറാൻ നോക്കുന്നു. CPR വീണ്ടും ടച്ച് ചെയ്യുന്നു. തിരിച്ചും CPR ടച്ച് ചെയ്യുന്നു. താഴത്തേക്ക് വീഴുന്നു. അത് റിക്കവർ ചെയ്തെങ്കിലും വീണ്ടും CPR നിന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴത്തോട്ട് വരുന്നു. ഈ ദിവസവും നമ്മൾ പ്രോഫിറ്റിലാണ് ഡേ എൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി വെനസ്ഡേയിലേക്ക് വരാൻ നേരം, വെനസ്ഡേ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ്സ് എടുത്ത ദിവസമായിരുന്നു. മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അപ്പൊ തന്നെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയപ്പോൾ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാൻ പാടായിരിക്കുന്നത്. ഏകദേശം അതേപോലെ തന്നെയാണ് സംഭവിച്ചത്. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് കുറച്ച് പാടായിരുന്നു. നല്ല വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റിൽ. ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സെന്റർ എല്ലാ സൈഡിലോട്ടും പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ തരുന്നുണ്ട് മാർക്കറ്റ്. ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോയി. ഇതെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ കേട്ടോ. കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേളിലോട്ട് പോകുന്നു. അതിനുശേഷം വീണ്ടും ആ ഒരു ലെവലിൽ തന്നെ പോയി കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം നമ്മൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇനി എക്സ്പയറിംഗ് ഓൺ തേഴ്സ്ഡേ ആദ്യം തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഭയങ്കര ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നു. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്ത് മേളിലോട്ട് പോകുന്നു. അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഈ ബ്രേക്ക് ഔട്ടിന് എടുത്ത് നമ്മളുടെ CPR ലെവലിൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരുന്നു. നല്ല ഹ്യൂജ് മൂവ്മെന്റ് ആണ് താഴത്തോട്ട്. നല്ല സ്പീഡിൽ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു. അപ്പൊ തന്നെ നമ്മളുടെ പൊസിഷൻസ് എല്ലാം റെഡിൽ പോയി. പൊസിഷൻസ് ഈ ഒരു ഫോളിന് ശേഷം തന്നെ നമ്മളുടെ പൊസിഷൻ റെഡിലോട്ട് പോയി. പക്ഷെ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് മാർക്കറ്റിലോട്ട് തിരിച്ചു വരുന്നു. ഈ ഒരു ഫേസിൽ മാർക്കറ്റിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മളുടെ കോൾ സൈഡിലുള്ള ഓപ്ഷൻസ് താഴത്തോട്ട് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഈ സമയത്ത് ഏകദേശം തിരിച്ച് ബ്രേക്ക് ഇവനിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു 30 മിനിറ്റ്സ് സംഭവിക്കുന്നത്. ഈ 20 മിനിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ദിവസം ഒരു ഹ്യൂജ് ലോസ് നമുക്ക് ബുക്ക് ചെയ്യേണ്ടി വന്ന സമയം. ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ റിവേഴ്സ് ആവുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് മാർക്കറ്റ് നേരെ റിവേഴ്സ് ആവുന്നു. നമ്മളുടെ കോൾ സൈഡിൽ നമ്മളുടെ SL ഹിറ്റ് ആവുന്നു. അപ്പോൾ പുട്ട് സൈഡിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പുട്ട് സൈഡിൽ ഇത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഏകദേശം നിങ്ങൾക്ക് സമയം കാണാൻ പറ്റും 2 മണിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ കോൾ ഓപ്ഷനെ എൻ്റെ പുട്ട് ഓപ്ഷനെ ഞാൻ എടുത്ത് ഈ പൊസിഷനിൽ വെക്കുന്നു. കാര്യം കൊണ്ട് നല്ല ബ്രേക്ക് ഔട്ട് ആയിരുന്നു. മേലോട്ട് പോകുന്നതാണ് പ്രതീക്ഷ. എന്തായാലും 24,000 ബ്രേക്ക് ചെയ്ത് മേലോട്ട് കയറിയപ്പോൾ 24,000 മേളിൽ സസ്റ്റെയിൻ ചെയ്യുമെന്ന് വെച്ച് നമ്മൾ ആ പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ അടിക്ക് അടുത്ത 2 മിനിറ്റിൽ മാർക്കറ്റ് തിരിച്ച് താഴ്ത്തോട്ട് ഡൗൺ. എത്ര പോയിന്റ്സ് ആണ് പോയെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 200 പോയിന്റിന്റെ അടുത്താണ് നിഫ്റ്റി ജസ്റ്റ് 2 മിനിറ്റ്സിൽ വീഴുന്നത്. അപ്പോൾ നമ്മളുടെ PE സൈഡിലുള്ള പുട്ട് ഓപ്ഷന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും നല്ല സ്പൈക്ക് വരും അല്ലെ. ഈ സ്പൈക്കിലാണ് ഞാൻ
ഈ ഒരു ഒറ്റ സമയത്ത് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നത്. ഈ ഒരു പൊസിഷനിൽ ഈ 24,000 പിയിൽ ബുക്ക് ചെയ്യുന്നു. ഏകദേശം 58,000 റുപ്പീസ് ലോസ് ഇൻ വൺ സിംഗിൾ പൊസിഷൻ ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഡേ നമ്മൾ ലോസിൽ എൻഡ് ചെയ്യുന്നു. തിരിച്ച് വേറെ ഒന്നും ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഒരു 6,000 റുപ്പീസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് നിന്നില്ല. ഞാൻ നോക്കാം. ഫ്രൈഡേ മാർക്കറ്റ് കുറച്ചൊക്കെ കൺസോൾട്ടേറ്റിംഗ് ആയിരുന്നു. പക്ഷെ രാവിലെ ഭയങ്കര വോളറ്റൈൽ ആയിരുന്നു മാർക്കറ്റ്. നിങ്ങൾക്ക് കാണുന്നത് പോലെ തന്നെ രാവിലെ മാർക്കറ്റ് ഭയങ്കര വോളറ്റൈൽ ആയിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിരുന്നത്. അധികം പോയിന്റ് ഒന്നും നീങ്ങിയിട്ടില്ല മാർക്കറ്റ്. ആ സമയത്ത് നിന്ന് വളരെ ചെറിയൊരു റേഞ്ചിൽ 100 പോയിന്റ്സിൽ നീങ്ങി. അത് തന്നെ ഞാൻ ആ സമയത്ത് സെൻസെക്സിലാണ് ട്രേഡ് എടുത്തത്. ഓൾമോസ്റ്റ് ഫോട്ടോ കോപ്പി ഓഫ് നിഫ്റ്റി എന്ന് തന്നെ നമുക്ക് സെൻസെക്സിനെ പറയാം. പക്ഷെ വോളറ്റാലിറ്റി പ്രീമിയം സ്പൈക്കുകളും ഹൈ ആയിരിക്കും. എളുപ്പമല്ലായിരുന്നു ട്രേഡ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് നല്ല പ്രീമിയംസ് ഉള്ളതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റിൽ ഇന്നത്തെ ദിവസം നമ്മൾക്ക് ഫ്രൈഡേ എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഇതാണ് നമ്മൾക്ക് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ച ഒരു പ്രക്രിയ. നമ്മൾ വെച്ചത് ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഇങ്ങനെയാണ് ട്രേഡ് ചെയ്തത്. 4 ദിവസങ്ങളും നമ്മൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്തു. ഒരു ദിവസം നമ്മൾ ലോസിൽ എൻഡ് ചെയ്തു. 2 മണി വരെ നമ്മൾ ബ്രേക്ക് ഇവനിൽ നിന്ന പൊസിഷൻ ഒറ്റയടിക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് ലോസ് ആയിട്ട് കൊണ്ടുപോയി. 2 മിനിറ്റ്സ് 2 മിനിറ്റ് മതി നിങ്ങളുടെ ഒരു വീക്ക് പ്രോഫിറ്റ് എടുത്തോണ്ട് പോകാൻ. മനസ്സിലാക്കിയിരിക്കരുത്. ഞാൻ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ മോശമായിട്ട് ട്രേഡ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ വാസ് ട്രേഡിംഗ് റിയലി വെൽ ദിസ് വീക്ക്. നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ നേരം നല്ല ഫോമിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നില്ല, ഏകദേശം അത് തന്നെയായിരുന്നു. പക്ഷെ നമ്മളെ ഔട്ട് അല്ലാത്തൊരു സാഹചര്യത്തിൽ അമ്പയർ ഔട്ട് വിളിച്ച് മാറ്റുന്നത് പോലെ ഇരിക്കും ഈ ഒരു ലോസ്. ഇങ്ങനെ മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളുടെ ലോസും കാര്യങ്ങളും ബുക്ക് ചെയ്ത് നമ്മളുടെ കാശ് എടുത്തുകൊണ്ട് പോകാൻ നേരം. സോ ദിസ് ഇസ് ഹൗ ഐ ട്രേഡ് ഫോർ ലാസ്റ്റ് വീക്ക്. ഇനി നെക്സ്റ്റ് വീക്ക് നമുക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ആയിരുന്നു കേട്ടോ. ഡെയിലി ക്യാൻഡിൽസ് ആണ് നിഫ്റ്റിയുടെ. എനിക്ക് പ്രതീക്ഷിക്കാൻ, ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഇങ്ങനത്തെ ഒരു പൊസിഷനിലായിരിക്കും ഞാൻ എൻട്രി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ അപ്ഡേറ്റ് ടെലിഗ്രാം ചാനൽ ത്രൂ തരാം. ഇനിയും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ വോളറ്റാലിറ്റി ഹൈ ആയിരിക്കും. സെൻസെക്സ് ജാനുവരി തൊട്ട് ട്യൂസ്ഡേസ് ആണ് എക്സ്പയറി ആവുന്നത്. സോ ഇപ്പൊ പോകുന്ന പോലെ തന്നെ വീക്കിലി 2 എക്സ്പയറീസ് കിട്ടും. ഒന്ന് ട്യൂസ്ഡേയും ഒന്ന് തേഴ്സ്ഡേയും. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ട്രേഡിംഗിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനായിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആകുമെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ചെയ്യാനായിട്ട് നോക്കണം. ഇതായിരുന്നു കേട്ടോ മാർക്കറ്റിന്റെ ഒരു ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല്. അടുത്ത വീക്കിന്റെ ഇത് നമുക്ക് ടെലിഗ്രാം ചാനലിൽ അടുത്ത വീക്കിന്റെ ഒരു ഇത് നമുക്ക് ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ എന്റെ ഫയർസിന്റെ വെരിഫൈഡ് PNL പേജ് ആയിരുന്നു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. 28-ാം തീയതി നവംബർ, കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ആ ഹെവി ലോസ് ബുക്ക് ചെയ്ത ദിവസം. 22,500 രൂപയാണ് നമ്മൾ ലോസ് ആയിട്ട് അന്നത്തെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ബുക്ക് ചെയ്ത് മാറേണ്ടി വന്നത്. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം. ഇനി ഈ വീക്ക് നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്തതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഇത് നമ്മളുടെ വീക്ക്ലി PNL ആയിരുന്നു ഫയർസിന്റെ. സോ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ 1,578 രൂപയാണ് നമ്മൾ ലോസ് ആയിട്ട് ഈ വീക്ക് മാത്രം ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബ്രോക്കറേജിന്റെ അത്രയും പോലും ലോസ് ഇല്ല എന്നുള്ളതാണ് സത്യം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു എമൗണ്ട് ആണ്, നമ്മളെ ബാധിക്കത്തില്ല. ലാസ്റ്റ് വീക്ക് ഏകദേശം ഒരു 21,000 റുപ്പീസിനടുത്ത് നമ്മൾ പ്രോഫിറ്റിൽ നിന്നിരുന്നു. അങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻ മാർക്കറ്റിൽ നടന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു 27,000-28,000 റുപ്പീസ് ഒക്കെ പ്രോഫിറ്റിൽ ലാസ്റ്റ് വീക്ക് നമുക്ക് എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചേനെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ച് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലത്തെ ഒരു ഒറ്റ ദിവസം മതി, 2 മിനിറ്റ് മതി, ഒരു ദിവസം പോലും വരത്തില്ല, 2 മിനിറ്റ് മതി നമ്മളെ മാർക്കറ്റ് കമ്പനിയിൽ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളുടെ ഒരു വീക്കിലേക്ക് പ്രോഫിറ്റ് എടുത്തുകൊണ്ട് പോകാനായിട്ട്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയി ഞാൻ വിശ്വസിക്കുന്നു. മാർക്കറ്റിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ട്രേഡിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഹാപ്പി ട്രേഡിംഗ്. സീ യു ടുമോറോ. ബൈ.